ഒരു കാലത്ത് ക്രൈസ്തവരുടെ ഈറ്റില്ലമായിരുന്ന ലെബനോൻ മുസ്ലിം ജനവിഭാഗങ്ങളുടെ അധിനിവേശത്തിലൂടെ തകർന്ന് തരിപ്പണമായ കഥ. ഇന്ത്യയെ മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമാക്കുമെന്ന് ഇരു കോണുകളിൽ നിന്നും വെല്ലുവിളികൾ ഉയരുമ്പോൾ ഭൂരിപക്ഷം ന്യൂനപക്ഷമായൊരു ഞെട്ടിപ്പിക്കുന്ന ചരിത്രം ലെബനന് പറയുവാനുണ്ട്. മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടി കണ്ണടച്ച് ഇരുട്ടാക്കുന്നവർക്ക് ലെബനൻ ഒരു മുന്നറിയിപ്പാണ്. ഹരിതാപവും മഞ്ഞും മലയും നിറഞ്ഞ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഇടങ്ങളിൽ ഒന്നായിരുന്നു ലെബനൻ. ക്രിസ്ത്യൻ ഭരണാധികാരിയായിരുന്ന കാമിലെ ചോമന്റെ ഭരണകാലം ലെബനോന്റെ സുവർണ കാലഘട്ടങ്ങളിൽ ഒന്നായിരുന്നു. മിഡിൽ ഈസ്റ്റിലെ സ്വിറ്റ്സർലൻഡ് എന്നായിരുന്നു ലെബനൻ അറിയപ്പെട്ടിരുന്നത്. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഈ സ്ഥലത്ത് ഒരേ സമയം കടൽ തീരത്തിന്റെ ചൂടും മഞ്ഞിന്റെ തണുപ്പും ആസ്വദിക്കാമെന്നതിനാൽ ലെബനനിലേക്ക് വർഷം തോറും ഒഴുകിയെത്തിക്കൊണ്ടിരുന്നത് ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളായിരുന്നു. ഈ സമയമാണ് അറബ് രാജ്യങ്ങൾ എണ്ണഖനനം ആരംഭിക്കുന്നത്. രാജ്യങ്ങളുടെ വികസനത്തിന് ഇതാക്കം കൂട്ടിയെങ്കിലും ഷോമന്റെ ഭരണം അറബ് രാജ്യങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അയാൾ ഒരു ക്രിസ്ത്യാനിയായിരുന്നു. 1958കളിൽ അറേബ്യൻ രാജ്യങ്ങൾ ഒത്തുചേർന്ന് യുണൈറ്റഡ് അറബ് റിപ്പബ്ലിക് എന്നൊരു ഒറ്റ രാജ്യമായി മാറുവാൻ തീരുമാനിച്ചതോടുകൂടി ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്ന ലെബനനെതിരെ അറബ് രാജ്യങ്ങൾ സിവിൽ വാർ പ്രഖ്യാപിച്ചു. അവിടെ നിന്നിങ്ങോട്ട് മുസ്ലിം രാജ്യങ്ങളുടെ അധിനിവേശവും ആക്രമണവും ലെബനനെ തെല്ലൊന്നുമല്ല തളർത്തിയത്. അറബ് രാജ്യങ്ങളോട് കിടപിടിക്കുവാൻ ലെബനനൊപ്പം അന്ന് ഫ്രാൻസും അമേരിക്കയും ഉണ്ടായിരുന്നു. യുദ്ധങ്ങൾക്കെല്ലാം ശേഷം പഴയ അവസ്ഥയിലേക്ക് ലെബനൻ പയ്യെ മാറുമ്പോഴായിരുന്നു ജോർദാനും PLO അഥവാ പാലസ്തീൻ ലിബറേഷൻ മൂവ്മെന്റും തമ്മിൽ കലഹം ഉണ്ടാകുന്നതും ജോർദാനുമായി പരാജയപ്പെട്ട പാലസ്തീൻ ലിബറേഷൻ മൂവ്മെന്റ് കൂട്ടത്തോടെ ലെബനനിലേക്ക് പലായനം ചെയ്യുന്നതും. ഏകദേശം 2 മില്യണിലധികം ആളുകളാണ് അന്ന് കൂട്ടത്തോടെ പാലസ്തീൻ, സിറിയ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ലെബനനിലേക്ക് എത്തുന്നത്. ഇവരെല്ലാവരും മുസ്ലിം വിഭാഗത്തിൽ ഉൾപ്പെട്ടവരും ജൂതരെ ഉന്മൂലനം ചെയ്യുവാൻ ഇറങ്ങി പുറപ്പെട്ടവരുമായിരുന്നു. അഭയാർത്ഥികളായി വന്ന PLOയെ അന്ന് സ്വീകരിച്ച ഒരേയൊരു മധ്യേഷ്യൻ രാജ്യം ലെബനനായിരുന്നു. ലെബനനിൽ 65% ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരും ബാക്കിയുള്ളവർ ഷിയ സുന്നി മുസ്ലിം വിഭാഗത്തിൽ ഉൾപ്പെട്ടവരുമായിരുന്നു. കുടിയേറ്റം ശക്തമായതോടെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യത്ത് ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമായി മാറുകയും മുസ്ലിം വിഭാഗമാണെങ്കിൽ പോലും തമ്മിലടിക്കുന്ന ഷിയ സുന്നി മുസ്ലിങ്ങൾ രാജ്യത്തിന്റെ ഭൂരിഭാഗം ആകുകയും ചെയ്തു. കഴിയുന്നത്ര സന്തുലിതമായി അധികാരം രാജ്യത്തെ മതവിഭാഗങ്ങൾക്ക് കൊടുക്കുന്ന കൺഫെഷണലിസം മോഡൽ പിന്തുടർന്നിരുന്ന ലെബനനിൽ 1970, 1982 കാലഘട്ടത്തിൽ കുടിയേറി വന്ന PLO അന്നത്തെ ലെബനനിലെ പ്രബല ശക്തിയായിരുന്ന ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവർക്കെതിരെ തദ്ദേശവാസികളോട് ചേർന്ന് ജിഹാദ് ആരംഭിച്ചു. അവർ ആഗ്രഹിച്ചത് ജോർദാനെതിരെ പോരാടാൻ ഇവിടെ ഒരു ഇടത്താവളം ലെബനനിൽ ഒരുക്കുകയും അതോടൊപ്പം ജൂതന്മാരെ കൊന്നൊടുക്കുവാനുമായിരുന്നു. അങ്ങനെ ലെബനനിലെ ജനാധിപത്യത്തിന് കീഴിൽ PLO ശക്തിപ്പെടുകയും ലെബനനിൽ അസഹിഷ്ണുത തഴച്ചു വളരുകയും ചെയ്തു. ഇതിനിടെ ലെബനനിൽ നിന്നുകൊണ്ട് ഇസ്രായേലിനെ PLO ആക്രമിച്ചതിനാൽ ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തുകയുമുണ്ടായി. 70ഓളം തവണ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള ചരിത്ര സ്മാരകങ്ങൾ ഉറങ്ങുന്ന ലെബനൻ മണ്ണിൽ നിന്നും ആക്രമണത്തെ തുടർന്ന് പല ശേഷിപ്പുകളും നശിച്ചു പോവുകയും തകർന്നടിയുകയും ചെയ്തു. അഴിമതിയും വർഗീയതയും കലാപവും കൊണ്ട് നശിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രത്തെ പുനർനിർമ്മിക്കുവാൻ അന്നത്തെ ഭരണാധികാരികൾ ശ്രമിച്ചതുമില്ല. PLOയുടെ കടന്നാക്രമണത്തോടെ ലെബനനിൽ തീവ്രവാദ സ്വഭാവമുള്ള ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന പിറവികൊണ്ടു. പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഒരുപക്ഷെ ഇന്നും ലോകത്തിന് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുവാൻ ഇസ്രായേലിനൊപ്പം ലെബനനും ആയേനെ. ഭീകരവാദവും ഇസ്ലാമിക തീവ്രവാദവും പ്രചരിപ്പിച്ച് നിർബന്ധിത മതപരിവർത്തനത്തിലൂടെ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചില്ലായിരുന്നെങ്കിൽ, അവരുടെ ആരാധനാലയങ്ങൾ നശിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ലെബനനിലെ 80% വരുന്ന ജനങ്ങളും ദാരിദ്ര്യത്തിലാണ്. 36% ജനങ്ങൾ തൊഴിൽ രഹിതരാണ്. താളം തെറ്റിയ സാമ്പത്തിക വ്യവസ്ഥ രാജ്യത്തുണ്ടാക്കുന്ന മുഴുവൻ പ്രൊഡക്റ്റിന്റെയും വരുമാനത്തെക്കാൾ 1.5 ഇരട്ടിയിലധികം കടം വാങ്ങാൻ ലെബനനെ നിർബന്ധിതമാക്കുന്നു. ലെബനൻ എല്ലാവർക്കും ഒരു മുന്നറിയിപ്പാണ്. തീവ്രവാദം എങ്ങനെ ഒരു രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുന്നു എന്നതിനുള്ള മുന്നറിയിപ്പ്.